ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നോമ്പ് കാലഘട്ടം നമ്മിലെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്തുവാനുമുള്ള കാലഘട്ടമാണ്. ഉപവസിച്ചും നോമ്പെടുത്തും പ്രാർത്ഥിച്ചും പരിഹാരങ്ങൾ അനുഷ്ഠിച്ചും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തും ദാനധർമ്മങ്ങൾ നടത്തിയും കാരുണ്യ പ്രവർത്തികൾ ചെയ്തും നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, തിന്മയ്ക്കെതിരെ പടപൊരുതുവാനാവശ്യമായ എല്ലാ കൃപകളും കരുത്തും അനുഗ്രഹവും നേടിയെടുക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകമാം വിധത്തിൽ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സമയമാണ് നോമ്പുകാലത്തിൻ്റെ പുണ്യദിനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി, തിരിച്ചറിഞ്ഞ്, തിരുത്തി, തിരിച്ചു വന്ന് ജീവിതത്തെ തിരുനാൾ ആഘോഷമാക്കി മാറ്റുവാൻ, മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ജീവിതത്തിനായി ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറെടുക്കുന്ന പുണ്യ ദിനങ്ങളാണ് നോമ്പുകാല ദിനങ്ങൾ. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് നവീകരിക്കപ്പെട്ട വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള സമയമാണ് നോമ്പ് കാലഘട്ടം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇതിനായി നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമാം വിധം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ധ്യാന വിഷയമായി തിരഞ്ഞെടുക്കാം. ഈ തിരുവചന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് കർത്താവീശോ മിശിഹ മരുഭൂമിയിൽ നേരിട്ട പിശാചിൻ്റെ പ്രലോഭനവും അതിനെ ഈശോ തരണം ചെയ്യുന്നതും വിജയിക്കുന്നതുമായ സംഭവമാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായും ഈ തിരുവചന ഭാഗം, വിശുദ്ധ ഗ്രന്ഥഭാഗം ജീവിതത്തിൽ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ വായിക്കുന്നതും ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളുന്നതും തീർച്ചയായും ആത്മീയ ജീവിതത്തിൽ നമ്മെ ഒരുപാട് സഹായിക്കുന്ന ഘടകമായിരിക്കും. കാരണം നമ്മളും ഒരുപാട് പ്രലോഭനങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നേരിടുന്നവരാണ്. പിശാചു നമ്മെ പല വിധത്തിൽ, പല രൂപങ്ങളിലും ഭാവങ്ങളിലും വേഷവിധാനങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ പ്രലോഭിപ്പിക്കാറുണ്ട്. പാപം ചെയ്യാൻ പ്രേരണ നമുക്ക് നൽകാറുണ്ട്. ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ സുവിശേഷത്തിലെ ഈശോയെ ധ്യാനിക്കുക, പ്രത്യേകിച്ചും ഈശോ കടന്നുപോയ പ്രലോഭനങ്ങളെയും അതിനെ ഈശോ അതിജീവിച്ച മാർഗങ്ങളെയും വിധങ്ങളെയും ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള തിരുവാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഏതാനും ചില കാര്യങ്ങൾ. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഈശോയെ നയിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനാണ് എന്ന് വചനത്തിൽ വ്യക്തതയോടെ പറയുന്നു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അനുവദിക്കുമോ? അതിനുള്ള സാധ്യതകളാണ് വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നതിന്
അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം ഈശോ തന്നെ പറയുന്ന ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. ഇപ്രകാരം ഈശോ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അനുദിന ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഒരുപാട് കടന്നു വരും, വന്നുകൊള്ളട്ടെ, സാരമില്ല. പ്രലോഭനങ്ങളെ പ്രാർത്ഥനാപൂർവം അതിജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രത്യേകമാവിധത്തിൽ ഒരു കൃപ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഒരു ശക്തി അതിലൂടെ നമ്മിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പാപം ചെയ്യാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പാപം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് പ്രലോഭിപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ പ്രാർത്ഥനാപൂർവം പ്രലോഭനത്തെ അതിജീവിക്കുകയാണ് എങ്കിൽ അത് നമുക്ക് കൂടുതൽ കരുത്തും ശക്തിയും കൃപയും ദൈവത്തിൽ നിന്ന് നൽകുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ വ്യക്തതയോടെ പറയുന്നു, പരിശുദ്ധാത്മാവാണ് ഈശോയെ നയിച്ചത്. പരിശുദ്ധാത്മാവ് ഈശോയെ നയിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വചനം പറയുന്നു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ദൈവം നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിനായി അനുവദിക്കുമെന്ന്, ദൈവം ചില പരീക്ഷണങ്ങൾ അനുവദിക്കുമെന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, സാഹചര്യമുണ്ടായിട്ടും തെറ്റ് ചെയ്യാതെ ജീവിച്ചവരെയാണ് നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നത്. കത്തോലിക്ക സഭയിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശുദ്ധാത്മാക്കൾ, അവരൊക്കെ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവരൊന്നുമല്ല. സാധാരണ മനുഷ്യ മാതാപിതാക്കളിൽ നിന്ന് ഈ ഭൂമിയിൽ ജനിച്ച് സാധാരണ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർ. ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ സ്വാഭാവികമായും സാമാന്യഗതിയിൽ ഈ ഭൂമിയിലെ ഈ ലോകത്തെ പ്രലോഭനങ്ങൾ പലത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ, മറ്റു മനുഷ്യരിൽ നിന്ന് പല പ്രകാരത്തിലുള്ള പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും. എന്നാൽ സാഹചര്യമുണ്ടായിട്ടും അവസരങ്ങളുണ്ടായിട്ടും പാപം ചെയ്യാതെ അവർ ജീവിച്ചപ്പോൾ അവരെ ഇന്ന് നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നു, അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, വണങ്ങുന്നു. സാഹചര്യമുണ്ടായിട്ടും പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വിശുദ്ധരായി മാറുന്നത്. ഞാൻ ഈ പറയുന്നത് കേട്ട് പാപത്തിൻ്റെ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അനുവാദം, ലൈസൻസ് തരുന്നു എന്ന പോലെ ആരും മനസ്സിലാക്കിയേക്കരുത്. കാരണം പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പാപം ചെയ്യാൻ അവസരങ്ങൾ വരുമ്പോൾ, പാപം ചെയ്യാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഓടി അകലാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും നമുക്കുണ്ട്. എന്നാൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പാപ സാഹചര്യങ്ങൾ നമ്മുടെ അരികിലേക്ക് പിന്നെയും കടന്നു വരുമ്പോൾ ആ സാഹചര്യത്തിൻ്റെ നടുവിലും പാപത്തിൻ്റെ അശുദ്ധിയുടെ ചെളി നമ്മുടെ ദേഹത്ത്, നമ്മുടെ ആത്മാവിൽ പറ്റാതിരിക്കാൻ പ്രാർത്ഥനാപൂർവം പ്രലോഭനങ്ങളെ, പാപ സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അത് കൂടുതൽ കൃപയും കൂടുതൽ കരുത്തും കൂടുതൽ അനുഗ്രഹവും നമുക്ക് നൽകുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ, വിശുദ്ധിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ കൂടെയുള്ള എല്ലാവരും മദ്യപിക്കുമ്പോൾ മദ്യം കഴിക്കാതെ അതിനോട് നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നവർ. കൂട്ടത്തിലുള്ള കൂട്ടുകാരൊക്കെ ബ്ലൂ ഫിലിം കണ്ട് മദ്യപിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ ആ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് മാറാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മുറിയിലായിരിക്കുമ്പോൾ, കാരണം അവിടെയാണ് താമസിക്കുന്നത്, കുറച്ച് നേരത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, പുറത്തിറങ്ങി നിൽക്കാം എന്നതല്ലാതെ സ്ഥിരമായി അതിൽ നിന്ന് മാറുക സാധ്യമല്ലാത്ത സാഹചര്യം ഉള്ളപ്പോഴും ഈ തിന്മയിൽ പെടാതെ, കൂട്ടുകാരോട് കൂട്ടുചേർന്ന് തിന്മ പ്രവർത്തിക്കാതെ മാറി നിൽക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ.
സാഹചര്യമുണ്ടായിട്ടും പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നവർ. അവരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ കൃപ സ്വീകരിച്ച് വിശുദ്ധി ആർജിച്ചെടുക്കുന്ന വ്യക്തികൾ. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. താമര വളരുന്നത് ചെളിയിലാണ്. എന്നാൽ താമരപ്പൂവിൻ്റെ ദളങ്ങളിൽ അല്പം പോലും ചെളി പറ്റുന്നില്ല. അതിങ്ങനെ മേലേക്ക് ഉയർന്നാണ് നിൽക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ചെളി പിടിച്ച പാപത്തിൻ്റെ അശുദ്ധിയുടെ ചെളി പിടിച്ച സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാകാം നമ്മളിലേറെ അധികം പേരും. എന്നാൽ ആ സാഹചര്യം ഉള്ളപ്പോഴും നമ്മുടെ ആത്മാവിൽ പാപത്തിൻ്റെ കറ ബാധിക്കാത്ത വിധത്തിൽ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ ഭാഗം നമുക്ക്, ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ആമുഖമായി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്, ഈശോയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമി എന്ന് പറയുമ്പോൾ ഒരിക്കലെങ്കിലും അത് നേരിട്ടോ ടി വിയിലൂടെയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് കുറേയൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും നേരിട്ട് മരുഭൂമി അനുഭവമുള്ള വ്യക്തികൾ, ശരിക്കുമുള്ള മരുഭൂമിയിൽ പോയിട്ടുള്ളവരോ മരുഭൂമി കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ അവിടെ കുറച്ച് നാൾ ആ പരിസരത്തൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം എന്താണ് മരുഭൂമിയുടെ പ്രത്യേകതകൾ എന്നൊക്കെ പ്രത്യേകിച്ച് വിശദീകരിക്കാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇതാ ഈശോയും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഒരു താരതമ്യം കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനവും മരുഭൂമിയിൽ അനേക നാളുകൾ അലഞ്ഞു തിരിഞ്ഞു നടന്നവരാണ്. 40 സംവത്സരങ്ങൾ അവർക്ക് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടതായി വന്നു കാനാൻ നാട്ടിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ 40 വർഷങ്ങളൊന്നും ആവശ്യമില്ല കാനാൻ നാട്ടിൽ എത്താൻ. ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിൽ എത്താൻ ഇത്രയൊന്നും വർഷങ്ങൾ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ അവർക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടതായി വന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്. അവർ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ, അവർക്കുണ്ടായ പ്രലോഭനങ്ങളിൽ അവർ വീണുപോയപ്പോൾ, അവർക്കുണ്ടായ പാപപ്രേരണകൾക്ക് അവർ വിധേയപ്പെട്ടപ്പോൾ അവർക്കിതാ ലക്ഷ്യസ്ഥാനത്ത് നിശ്ചയിത സമയത്ത് എത്താൻ പറ്റാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായി വരുന്നു. ഇവിടെ ഇതാ പുതിയ ഇസ്രായേലിൻ്റെ തുടക്കമായ ഈശോയിൽ നമ്മൾ കാണുന്നു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിൽ വിശപ്പിലും ദാഹത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ചിലവഴിക്കുന്ന ഈശോയെ വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം ഉപവാസത്തിൻ്റെ ശക്തിയാൽ വചനത്തിൻ്റെ ശക്തിയാൽ ഈശോ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതായി ഇവിടെ നമ്മൾ കാണുന്നു. ഇസ്രായേൽ ജനം 40 വർഷങ്ങൾ പരാജയപ്പെട്ട അനുഭവങ്ങൾ ഒരുപാടുണ്ടായി. പ്രലോഭനങ്ങളിൽ പരാജയപ്പെട്ട അനുഭവങ്ങൾ. ഈശോ ഇതാ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നു. മൂന്നാമതായി ആമുഖമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. മൂന്നാമതായി ഇതാ 40 ദിനരാത്രങ്ങളാണ് ഈശോ ഉപവസിച്ചത്. 40 ദിനരാത്രങ്ങൾ ഈശോ ഉപവസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്, പരിശുദ്ധ ത്രിത്വത്തിലെ 2ാം ആളാണ്, മനുഷ്യാവതാരം ചെയ്ത വചനമാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളത് വിശ്വസിക്കുന്നു. ദൈവമായിരുന്നിട്ടുകൂടെ, ദൈവപുത്രനായിരുന്നിട്ടുകൂടെ ഈശോ ഇതാ ഉപവസിക്കുകയാണ്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകത എത്രയോ വലുതാണ് എന്ന് ഈശോയുടെ ജീവിതം നമ്മളെ കാണിച്ചു തരുന്നു. 30 വർഷം രഹസ്യ ജീവിതം നയിക്കുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കർത്താവ് ഇതാ പരസ്യജീവിതത്തിൻ്റെ 3 വർഷത്തെ പരസ്യജീവിതത്തിൻ്റെ തൊട്ടു മുൻപ് വീണ്ടും ഒരു ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഭാഗമായി ഇതാ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജാഗരണത്തിലും ചെലവഴിച്ച് ശക്തി ആർജിക്കുകയാണ്. ദൈവമായിരുന്നിട്ടുകൂടെ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, സുവിശേഷങ്ങളിലുടനീളം പരിശോധിക്കുക, ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കുന്ന എത്രയോ സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാ 40 ദിനരാത്രങ്ങൾ തൻ്റെ പരസ്യജീവിതത്തിന് മുമ്പ് 40 ദിവസങ്ങൾ ഈശോ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ശിഷ്യരെ തിരഞ്ഞെടുക്കും മുമ്പ് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ കഴിയുന്ന ഈശോ
ഗത്സമേനിയിൽ തൻ്റെ കുരിശുമരണത്തിന് മുമ്പ് ആ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ മിശിഹ, താബോറിൽ രൂപാന്തരീകരണത്തിന് മുൻപ് പ്രാർത്ഥനയിലായിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രാധാന്യം എത്രയോ വലുതാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈശോ ദൈവമായിരുന്നിട്ടുകൂടെ, ദൈവപുത്രനായിരുന്നിട്ടുകൂടെ ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നടത്തിയെങ്കിൽ ബലഹീനരായ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം, എന്തുമാത്രം ഉപവസിക്കണം. ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ, അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനങ്ങളുള്ള ലോകത്തിൽ പൈശാചിക ഉപദ്രവങ്ങൾ നേരിടുന്ന നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ എന്തുമാത്രം പ്രാർത്ഥിക്കണം, എന്തുമാത്രം നമ്മൾ ഉപവസിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം കൂടെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം പറഞ്ഞു വെക്കുന്നു. ഈശോ നേരിട്ട 3 പ്രലോഭനങ്ങളാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഇതുവരെ പറഞ്ഞത് ഒരു ആമുഖം മാത്രമാണ്. ഇനി ഈശോ നേരിട്ട പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 പ്രലോഭനങ്ങൾ, 3 കൂടെ ചേർത്ത് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനനം തൊട്ട് മരണം വരെ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന മുഴുവൻ പ്രലോഭനങ്ങളുടെ ആകത്തുകയാണ് ഈശോ നേരിട്ട ഈ 3 പ്രലോഭനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളൊക്കെ നേരിടുന്ന, ജീവിതകാലത്തുടനീളം നേരിടുന്ന മുഴുവൻ പ്രലോഭനങ്ങളെയും 3 എണ്ണമായി തിരിക്കുകയാണെങ്കിൽ, 3 ഗ്രൂപ്പായി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ ഈശോ നേരിട്ട പ്രലോഭനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തേത് അപ്പത്തിനു വേണ്ടിയുള്ള പ്രലോഭനം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിശപ്പുകളും ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദാഹങ്ങളും മോഹങ്ങളുടെയും ഒരാകത്തുകയായി ഈ പ്രലോഭനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അതിരുകടന്ന ആസക്തികൾ തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രലോഭനത്തിൻ്റെ പരിധിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോയോട് പിശാച് വന്ന് പറയുന്ന വാക്കുകൾ, കല്ലുകളെ അപ്പമാക്കാൻ പറയുക. പ്രിയപ്പെട്ടവരെ, വളരെ ന്യായമായൊരു കാര്യമാണ്. 40 ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ഉപവസിക്കുന്ന കർത്താവിന് ശക്തമായിട്ട് വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ആ സമയത്ത് കല്ലുകളെ അപ്പമാക്കാൻ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ദൈവപുത്രനായതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം, ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ന്യായമായ കാര്യമാണ്, യുക്തമായ കാര്യമാണ്, യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഈശോ അത് ചെയ്യുന്നില്ല. ഈശോ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. എന്താ അതിൻ്റെ കാരണം? പിശാച് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഈശോ അത് വേണ്ട എന്ന് വെച്ചത്? പ്രിയപ്പെട്ടവരെ, വചനത്തിലുടനീളം ഒന്ന് നോക്കിയേ. ഈശോ എപ്പോഴെങ്കിലും തനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടോ? ദൈവജനത്തിന് വേണ്ടി, ദൈവപിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോയെ അല്ലേ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത്? ഈശോ ഒരിക്കലും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. തനിക്ക് വേണ്ടി മാത്രമായി ഒരു അത്ഭുതം ഈശോ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. വിശപ്പ് ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പാപമാണോ? ഒരിക്കലും അല്ല. മനുഷ്യന് വിശക്കും, വിശന്നാൽ ഭക്ഷണം കഴിക്കും, അത് പാപമൊന്നുമല്ല. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും, അത് പാപമൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാ ഈശോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാതിരുന്നത്? ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാതിരിക്കുകയല്ല ഈശോ ചെയ്തത്. നേരെ മറിച്ച് കല്ലുകളെ അപ്പമാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കല്ലിനെ അപ്പമാക്കുന്നതാണ് അവിടെ പാപകരമായി മാറുന്നത്. കല്ലിനെ അപ്പമാക്കുന്നത് ഇത്ര വലിയൊരു പാപമാണോ? പ്രിയപ്പെട്ടവരെ, 5 അപ്പം 5000 മാറ്റിയ കർത്താവിന് തീർച്ചയായും കല്ലിനെ അപ്പമാക്കി മാറ്റാൻ പറ്റും. 5 അപ്പം 5000 മാറ്റുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെങ്കിൽ, ഒരു നന്മപ്രവൃത്തിയാണെങ്കിൽ എന്തുകൊണ്ട് കല്ലിനെ ഈശോയ്ക്ക് അപ്പമാക്കി മാറ്റിക്കൂടാ? അതൊരു തെറ്റൊന്നും അല്ലല്ലോ, അതൊരു പാപമൊന്നും അല്ലല്ലോ. ഈശോയ്ക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നല്ലോ, അങ്ങനെ ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ. പക്ഷെ ഈശോ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം? കല്ലിനെ അപ്പമാക്കുന്നത് പാപം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? പ്രിയപ്പെട്ടവർ, ഇതിന് നമ്മൾ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ധ്യാനിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. നിമിഷ നേരം കൊണ്ട് പണക്കാരാകാൻ, അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ, പ്രത്യേകിച്ച് അധ്വാനങ്ങളൊന്നുമില്ലാതെ എത്രയും വേഗം സമ്പത്താർജിക്കാനോ അല്ലെങ്കിൽ സമ്പാദ്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തും ആകട്ടെ, ഭൗതികമായ ഏത് കാര്യവുമാകട്ടെ, ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ,
പ്രത്യേകിച്ച് അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ നിമിഷാർദ്ധ നേരത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നതിൻ്റെ ഒരു 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 പ്രതീകം കൂടെയാണ് കല്ലിനെ അപ്പമാകാൻ പറയുന്നത്. ഞാനിത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. കല്ല് അപ്പമാകുന്ന അത്ഭുതം എല്ലാ ദിവസവും ഭൂമിയിൽ നടക്കുന്നുണ്ട്. കല്ല് അപ്പമാകുന്ന അത്ഭുതം എല്ലാ ദിവസവും ഭൂമിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ കല്ല് അപ്പമായി തീരുന്ന ആ പ്രക്രിയ, പ്രോസസ്സ് കുറേ കാലഘട്ടം എടുത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കല്ല് പൊടിക്കപ്പെടുന്നു, പൊടിയായി മണ്ണായി അത് മാറുന്നു. ആ മണ്ണ് പിന്നീട് നിലമായി ഒരുക്കപ്പെടുന്നു. ആ നിലത്തേക്ക് വിത്തുകൾ പതിയപ്പെടുന്നു. ആ വിത്തുകൾ പൊട്ടിമുളച്ച് ചെടിയായി മാറുന്നു. ആ ചെടിയിൽ ഇതാ കതിരുകൾ ധാരാളമായി, ഗോതമ്പ് മണികളാകട്ടെ മറ്റ് ധാന്യമണികളാകട്ടെ ഉണ്ടാകുന്നു. ആ ധാന്യമണികൾ പിന്നീട് പറിച്ചെടുക്കപ്പെടുന്നു, മെതിക്കപ്പെടുന്നു, പൊടിക്കപ്പെടുന്നു, പൊള്ളിക്കപ്പെടുന്നു, ചുട്ടെടുക്കപ്പെടുന്നു, അവസാനം അപ്പമായി മാറുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ കല്ലുകൾ അപ്പമാകുന്നുണ്ട്. കല്ലുകൾ അപ്പമാകുന്ന പ്രക്രിയ ഓരോ ദിവസവും ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് കാലഘട്ടങ്ങൾ, കാലദൈർഘ്യങ്ങൾ ഒരുപാട് ആയതിനു ശേഷം മാത്രമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ആർജിക്കുന്നത് തെറ്റൊന്നുമല്ല, സമ്പത്ത് പാപമൊന്നുമല്ല. ന്യായമായ മാർഗത്തിലൂടെ അധ്വാനിച്ച് നമുക്ക് സമ്പത്ത് ആർജിക്കാം. പക്ഷെ നിമിഷ നേരം കൊണ്ട് സമ്പത്ത് ആർജിക്കാൻ പരിശ്രമിക്കുന്ന ഒരുപാട് പേര് ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഇന്നത്തെ ചെറുപ്പക്കാരിൽ കുറേ പേര് കൊട്ടേഷൻ ടീമിൽ അംഗങ്ങളാകുന്നു. കാരണം നിമിഷ നേരം കൊണ്ട് പണക്കാരാകാൻ സാധിക്കും, ലക്ഷക്കണക്കിന് രൂപ നേടിയെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ വിൽക്കുന്നവരായി, അത് കൊണ്ടുകൊടുക്കുന്നവരായി ഒക്കെ മാറുന്ന യുവത്വങ്ങൾ ധാരാളമായി ഇന്നത്തെ കാലഘട്ടത്തിൽ പെരുകി വരുന്നു. നിമിഷ നേരം കൊണ്ട് പണക്കാരാകാനുള്ള, സമ്പത്ത് നേടാനുള്ള ശ്രമം. പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ വചനം, ഈ ഒരൊറ്റ പ്രലോഭനത്തെ ധ്യാനിച്ചാൽ തന്നെ മനുഷ്യജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രലോഭനങ്ങളുടെ മേഖലകളെ ഈ ഒരു തിരുവചന ഭാഗത്ത് തിരിച്ചറിയാൻ, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഈശോ നേരിട്ട ഒന്നാമത്തെ പ്രലോഭനം. രണ്ടാമത്തെ പ്രലോഭനം പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ദാഹമാണ്. താഴേക്ക് ചാടാനായിട്ട് പിശാച് ആവശ്യപ്പെടാണ് ദേവാലയത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പിശാച് അവിടെ ഒരു വചനം പോലും പറയുന്നുണ്ട്. 91 സങ്കീർത്തനം 11 വാക്യമാണ് അവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവിടെ ദൈവം ദൂതന്മാർക്ക് കൽപ്പന നൽകും. വചനം പറയുന്ന പിശാച് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു, വചനം പറയുന്ന പിശാച്. എന്നാൽ മറ്റൊരു വചനം പറഞ്ഞുകൊണ്ട് തന്നെ ഈശോ ഈ പ്രലോഭനത്തെ അതിജീവിച്ചു. പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ദാഹം, അത് പ്രിയപ്പെട്ടവരെ, അതൊരു പ്രലോഭനമായി ഈശോയിലേക്ക് വരുന്നു. നമ്മുടെ ജീവിതത്തിലേക്കും ഇത്തരം പ്രലോഭനങ്ങൾ കടന്നു വരാറുണ്ട്. മൂന്നാമതായി പിശാച് പറയുന്നത്, മൂന്നാമത്തെ പ്രലോഭനം സമ്പത്തിന് വേണ്ടിയുള്ള പ്രലോഭനമാണ്. സമ്പത്തിന് വേണ്ടിയുള്ള പ്രലോഭനം. പിശാച് പറയുന്നേ, ലോകം മുഴുവനും കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ എല്ലാം അവകാശി ഞാനാണ്, നീ എന്നെ ആരാധിച്ചാൽ നിനക്കിതൊക്കെ ഞാൻ തരാമെന്ന് ഈശോയോട് പറയുകയാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമായിരിക്കും, ഈ അന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ശത്രു രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കീഴടക്കി കഴിഞ്ഞാൽ ആ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി ചക്രവർത്തി, ഏത് രാജാവാണോ വിജയിച്ചത്, ഏത് ചക്രവർത്തിയാണോ വിജയിച്ചത്, തൻ്റെ കീഴിൽ വരുന്ന രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരു ഗവർണറെയോ അല്ലെങ്കിൽ ഒരു സാമന്ത രാജാവിനെയോ ഒക്കെ നിയോഗിക്കും. അദ്ദേഹം ചക്രവർത്തിക്ക് വേണ്ടി രാജ്യം ഭരിക്കും, കപ്പം പിരിക്കും, ചക്രവർത്തിയെ ഏൽപ്പിക്കും. ഇതുപോലെയാണ് പിശാച് പറയുന്നത്, ഈ ലോകമൊക്കെ എൻ്റെയാ, എന്നെ നീ ആരാധിച്ചാൽ എൻ്റെ സാമന്ത രാജാവായി നിനക്ക് വേണമെങ്കിൽ ഈ ലോകം മുഴുവനും ഭരിക്കാം. ഇതാണ് ഈശോയ്ക്ക് കൊടുക്കുന്ന പ്രലോഭനം. സാത്താനെ ദൂരെ പോകുക എന്ന് പറഞ്ഞ് ഈശോ സാത്താനെ ആട്ടിപ്പായിക്കുകയാണ്. വചനം പറഞ്ഞ് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് പിശാചിനെ ആട്ടിപ്പായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമ്പത്തിനു വേണ്ടിയുള്ള പ്രലോഭനം അതിശക്തമായി നമുക്കുണ്ട്. അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള പ്രലോഭനം അതിശക്തമായി നമുക്കുണ്ട്. അതിനുവേണ്ടി എന്ത് നെറികെട്ട മാർഗങ്ങളും ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം ഇങ്ങനെ പെരുകി വരികയാണ്. അതിനുവേണ്ടി പ്രമാണങ്ങൾ ലംഘിക്കാൻ മടിയില്ലാത്തവരുടെ, അതിനുവേണ്ടി എന്തും ചെയ്യാൻ, പ്രത്യേകിച്ച് പൈശാചിക ആരാധന നടത്തി സമ്പത്ത് ആർജിക്കുന്നവർ, മന്ത്രവാദ കൂടോത്ര കാര്യങ്ങളൊക്കെ നടത്തി സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുന്നവർ, ബ്ലാക്ക് മാസ് പോലെയുള്ള കാര്യങ്ങൾ നടത്തി സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുന്നവർ, പിശാചിനെ ആരാധിച്ച് സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുന്നവർ, പിന്നെ മറ്റു തരത്തിലുള്ള ഇമ്മോറലായ കാര്യങ്ങൾ ചെയ്ത് സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ ശക്തമായ പ്രലോഭനങ്ങൾ ഇന്നും ലോകത്തിൽ മനുഷ്യർക്കുണ്ട്. അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.
ഓർക്കുക, ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് എങ്ങനെയാണെന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 3 മാർഗങ്ങൾ ഉപയോഗിച്ചാണ്. 1 ഉപവാസം, 2 പ്രാർത്ഥന, 3 വചനം. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ 3 മാർഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളും പ്രലോഭനത്തെ അതിജീവിക്കേണ്ടത്. ഉപവസിച്ചും പ്രാർത്ഥിച്ചും വചനം വായിച്ചും ധ്യാനിച്ചും നമുക്ക് പിശാചിൻ്റെ കുടില തന്ത്രങ്ങളെ തകർക്കാം, പ്രലോഭനങ്ങളെ അതിജീവിക്കാം. മരുഭൂമിയിൽ പ്രലോഭനം നേരിട്ട ഈശോ, അതിനെ അതിജീവിച്ച ഈശോ നമ്മെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.